ഹലോ ഗൈസ്, വിജയ ലോക ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ 6:30 മണി ആവുകയാണ്. ഉറക്കം കുഴപ്പമില്ലാതെയൊക്കെ ഉറങ്ങി. ഇതാ ഇവിടെയാണ് ഇന്നലെ ടെൻ്റ് അടിച്ചത്. അതാ ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൻ്റെ അവിടെ കുറേ ലോറികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പമ്പ് അതിൻ്റെ അപ്പുറത്താണ് പമ്പിൻ്റെ ബാക്കിലുള്ള ഒരു പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇവിടെ. അപ്പോൾ ഇവിടെയാണ് ഇന്നലെ ഞാൻ ടെൻ്റ് അടിച്ചത്. അപ്പോൾ ഇപ്പോൾ പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇനി ബാഗൊക്കെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വണ്ടിയിൽ കെട്ടി വയ്ക്കണം. ഓക്കെ, അപ്പോൾ കേരള ടു ലഡാക്കിൻ്റെ ബൈക്ക് റൈഡിൻ്റെ 12ാമത്തെ ദിവസം. ഏകദേശം ജയ്പൂരിനടുത്ത് ഏകദേശം ഒരു 175 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ജയ്പൂരിലേക്ക്. അതിനടുത്ത് എത്തുന്നതിന് മുമ്പ് ഒരു പമ്പിലാണ് ഇന്നലെ ടെൻ്റ് അടിച്ചത്. അപ്പോൾ ഇന്നത്തെ യാത്ര ഇപ്പോൾ ഈ ടെൻ്റ് അടിച്ചുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ എണീക്കും. റൂമിലൊക്കെ ആണെങ്കിൽ സുഖമായി കിടന്ന് ഉറങ്ങും. 9:30 വരെ ഉറങ്ങില്ല. ഇനിയിപ്പോൾ 8:30 എണീറ്റാലും അവിടെ നിന്ന് സെറ്റായി ഇറങ്ങുമ്പോഴേക്കും 9:30. പിന്നെ ബാഗ് കെട്ടി വെച്ച് ഏകദേശം 10 മണിയൊക്കെ ആകുമ്പോൾ മാക്സിമം 10 മണി അങ്ങനെയൊക്കെ ആവും. ഇന്നിപ്പോൾ എന്തായാലും ഒക്കെ സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കാം 7 മണിയാകുമ്പോഴേക്കും. ഓക്കെ, അപ്പോൾ കേരള ടു ലഡാക്കിൻ്റെ ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ അല്ലേ? കമോൺ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാഗ് സെറ്റാണ്. കേരള ടു ലഡാക്ക് ആ ബോർഡും കൂടി കെട്ടാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ പമ്പിൽ തന്നെ പെട്രോൾ അടിക്കാൻ നോക്കാം. ഇവിടുന്ന് പെട്രോൾ അടിച്ചതിന് ശേഷം യാത്ര തുടരുന്നു. സമയം 7:30. നോക്ക്, നല്ല വെയിൽ അല്ലേ? നല്ല വെയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര എവിടം വരെ ആയിരിക്കും, ഇന്നത്തെ കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും. പിന്നെ ഞാൻ പെട്രോൾ അടിച്ചത് 400 രൂപയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഡെയിലി ഇങ്ങനെ 400 വെച്ച് എങ്ങനെ എടുക്കും, ഫുൾ ടാങ്ക് അടിച്ചുകൂടെ? അത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്തായാലും വണ്ടി ഓടിക്കൊണ്ടിരിക്കേണ്ട, ആവശ്യമുള്ള പെട്രോളിനെ ചിലവാകുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ പെട്രോൾ പമ്പ് കിട്ടുന്ന ഏരിയയാണ്. പക്ഷെ നമ്മുടെ കാശ്മീർ അല്ലെങ്കിൽ ലഡാക്കിലൊക്കെയാണ് കൂടുതൽ സീന്. പെട്രോൾ ഒന്നും കിട്ടാത്ത ഏരിയയിലുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളിലാണ് നമ്മൾ കൂടുതലും സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഇവിടെയൊന്നും സീനില്ലല്ലോ. ഒറ്റയടിക്ക് ഇപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഇപ്പം എന്താ, ആ പൈസ അക്കൗണ്ടിൽ കുറച്ച് പൈസ അവിടെ കുറച്ച് ദിവസങ്ങളിൽ ഇരുന്നോട്ടെ. എന്തായാലും പെട്രോൾ അടിച്ച് പോകാനുള്ളതാണ്. എന്തായാലും കുറച്ച് ദിവസം അക്കൗണ്ടിൽ പൈസ ഇരുന്നോട്ടെ. ആടാ യാത്ര തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും നമ്മൾ വേറൊരു പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. വണ്ടി കഴുകുക. എന്തായാലും വണ്ടി കഴുകണ ഒരു സെറ്റപ്പ് കണ്ടപ്പോഴേ എന്തായാലും വണ്ടി ഒന്ന് കഴുകിയിട്ടാവാം. നമ്മൾ വണ്ടി ശ്രദ്ധിക്കണമല്ല, ചെയിനൊക്കെ ഒന്ന് ലൂബ് ചെയ്യണം. ബാഗിൽ ചെയിനുണ്ട്. അപ്പോൾ ആദ്യം ഈ ബാഗൊക്കെ ഒന്ന് അഴിക്കട്ടെ. ഇപ്പോൾ കെട്ടിയതേ ഉള്ളൂ, 15 മിനിറ്റ് ആയിട്ടില്ല, 10 മിനിറ്റ് ആയിട്ടില്ല. കുഴപ്പമില്ല, എന്നാലും വണ്ടി കഴുകട്ടെ. അങ്ങനെ ഇതാ കുളിസീനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പതപ്പിച്ച് കുളിക്കുകയാണ്. അങ്ങനെ കുളിസീനൊക്കെ കഴിഞ്ഞ് കെട്ടി വാ എക്സ്പ്ലോർ രാജസ്ഥാൻ. സമയം ഇപ്പോൾ രാവിലെ 8:45. ഞാൻ ചെയിൻ ലൂബ് അടിച്ചിട്ടില്ല, കാരണം ചെയിനൊന്ന് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും വൈകുന്നേരം കെട്ടൊക്കെ അഴിക്കുമല്ലോ, ഇന്ന് എവിടെയാണ് സ്റ്റേ എന്ന് വെച്ചാൽ. അപ്പോൾ ആ നേരത്ത് ചെയിൻ ലൂബ് അടിക്കാം, ഒന്ന് ഡ്രൈ ആവട്ടെ. ഇപ്പോൾ ആകെ വെള്ളമാവും. ഇനിയിപ്പോൾ നേരത്തെ പമ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ വന്നു, ഒരു ബോട്ടിൽ വെള്ളം പമ്പിൽ നിന്ന്, പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കുക, പിന്നെ ഇങ്ങനെ സ്ലോ വൈബിൽ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ഇങ്ങനെ പോവുക. ഇന്നും രാജസ്ഥാൻ എക്സ്പ്ലോർ തന്നെയാണ്. നോക്ക്, വലിയൊരു ലോറിയിൽ വലിയൊരു ഗ്രാനൈറ്റിൻ്റെ വലിയൊരു പീസ്. എന്ത് വലിയ പീസാണ്, 2 പീസാണ് അതിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ പിന്നെ ഒട്ടുമിക്ക സമയത്തും വണ്ടിയിൽ മാർബിളും ഗ്രാനൈറ്റൊക്കെ ഇങ്ങനെ ലോഡായിട്ട് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, ഇതാ വേറെ വണ്ടി ഇതാ കണ്ടില്ലേ?
അടുത്തതായി ബോട്ടിൽ വെള്ളം പിടിക്കൽ. ശരിക്കും നല്ല ഫിൽട്ടർ ചെയ്ത വെള്ളം പമ്പിൽ നിന്ന് എടുക്കുക തന്നെയാണ് ലോങ് യാത്രയ്ക്കൊക്കെ നല്ലത്. എല്ലാം കുപ്പിവെള്ളമൊക്കെ വാങ്ങിയിട്ട് എത്ര പൈസ പോവും. അടുത്തത് നമ്മൾ എന്തെങ്കിലും കഴിക്കണം. ഇവിടെയൊക്കെ റോഡ് സൈഡിൽ കാളപ്പോട്ട് മറ്റേ കാളനെ കൊണ്ട് ഉഴുതി അങ്ങനെ എന്താ പറയില്ലേ, നമ്മളവിടെയൊക്കെ ഇപ്പോൾ ട്രാക്ടറായി. മറ്റേതൊക്കെ കിട്ടാനിപ്പോൾ അപൂർവ കാഴ്ച. അങ്ങനെ ഇന്ന് ഏതാ ദിവസം, ഈ ദിവസം ഏതാണെന്നൊന്നും ഒരു ലോങ് ട്രാവലൊക്കെ പോകുമ്പോൾ ഏതാ ദിവസം എന്നൊന്നും ഒരു മൈൻഡിലുണ്ടാവില്ല. ഞാൻ ഇന്നലെ ജസ്റ്റ് ഒരു ഇതിലാണ് അറിയണം ഇന്നലെ ഞായറാഴ്ചയാണെന്ന്. എപ്പോഴോ മൊബൈൽ നോക്കിയപ്പോൾ ഇന്ന് സൺഡേ അങ്ങനെ വിചാരിച്ചു ഞാൻ. എന്തായാലും ഇന്നും വീഡിയോ ഉണ്ട്. ഇന്നലെ കണ്ടൻറ്റ് വീഡിയോ ഇട്ടതാണ്, ഇന്നും കണ്ടൻറ്റ് വീഡിയോ ഉണ്ട്. എല്ലാ ദിവസവും ട്രാവൽ കാഴ്ചകളടങ്ങിയ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എല്ലാ ദിവസവും വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വീഡിയോ ഇടണം. ഇന്നലെ വീഡിയോ ഇട്ടതാണ്. പിന്നെ ഇത് ലോങ് ട്രാവൽ ആയതുകൊണ്ട് എല്ലാ ദിവസവും വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ചില ദിവസം അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ഇടുന്നത്. ഓക്കേ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് എത്ര ടൗൺ അതൊക്കെ ഇവിടെ ഒന്ന് വണ്ടി കഴുകാനുള്ളത്, ഒന്ന് ഇവിടെ ഒന്ന്, രണ്ട് അപ്പുറത്തതാ, അതേപോലെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് വണ്ടി കഴുകാനുള്ളത്. അവരിങ്ങനെ ആ പൈപ്പ് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് വെച്ചിരിക്കുക. ഇതാ ഇവിടെ ഒന്ന്, മൂന്ന്, ഇതാ ഇവിടെ ഒന്ന്, നാല്, അതിൻ്റെ അപ്പുറത്ത് ഇതാ അഞ്ച്, ഇതങ്ങനെ നീളം അങ്ങനെ കാണുന്നുണ്ട്. എത്ര വണ്ടി കഴുകലാണ് ഇപ്പോൾ ഇത്. ഞാൻ അന്നൊക്കെ വണ്ടി കഴുകാൻ വേണ്ടി ഓരോ സിറ്റി കൂടെ പോകുമ്പോൾ കടകളിങ്ങനെ നോക്കി വണ്ടി കഴുകാൻ ഞാൻ വിചാരിച്ചു ഇവിടെ വണ്ടി കഴുകലൊന്നുമില്ല. അടുത്തത് ഇവിടെ ഉണ്ട്. ഇവിടെ അയാൾ ടാപ്പ് തുറന്നിട്ടിട്ടില്ല. അത് അവിടെ ഉണ്ട്. എത്ര എണ്ണത് 10-15 എണ്ണം വണ്ടി കഴുകണത് അടുത്തടുത്ത്. എന്താ കഥ. നമ്മളൊന്ന് അന്വേഷിക്കുമ്പോൾ വണ്ടി കഴുകാൻ ഒരു സംവിധാനവും എവിടെയും കണ്ടിട്ടില്ല. എന്നെ വിളിക്കണ് വണ്ടി കഴുകാൻ വേണ്ടിയിട്ട്. അയ്യോ, എന്താ കോമഡി. വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിളിക്കുക. ഇതാണ് നമ്മളൊരു ചായ കുടിക്കാൻ വിചാരിച്ച ചായക്കടയൊന്നും കാണില്ല. പെട്രോൾ അടിക്കാൻ വിചാരിച്ചാൽ അപ്പോൾ പെട്രോൾ പമ്പൊക്കെ അപ്പുറത്തെ സൈഡിലാവും, ഇപ്പുറത്തെ സൈഡിലൊന്നും ഉണ്ടാവില്ല. എങ്ങനെ ഇപ്പോൾ ഇതാ വണ്ടി കഴുകാൻ വിചാരിച്ചപ്പോൾ 1-2 ദിവസം കാർ വാഷ് വണ്ടി കഴുകണമൊന്നും കണ്ടിട്ടേ ഇല്ല. അതാണ് കഥ. അത് അവിടെ ഒരു ടാങ്കർ ലോറി കഴുകണം. ആകെ വണ്ടി കഴുകല്ലോ ഇപ്പോൾ. ഓക്കെ, ഇനി കുറച്ച് ചായ കുടിച്ചിട്ടാവാം യാത്ര. ഇവിടെ ചായ ഇല്ലേ, പക്ഷെ കുറേ ചിക്കനും മട്ടനൊക്കെ ഇരിക്കുമല്ലോ. അവിടെ ഒരു വൈൻ ഷോപ്പ് ഉണ്ട് കേട്ടോ. ചായ ഒരു വൈൻ ഷോപ്പുണ്ട്. ഇവിടെ എത്ര മൈനകളാ, എത്ര. അങ്ങനെ ചായയും 2 കോഴിമുട്ടയും കഴിക്കാമെന്ന് വിചാരിച്ചു. നോക്കണ്ട, ഒരു കോഴിമുട്ട ഞാൻ തിന്നു. ഇപ്പോൾ ഒരു കോഴിമുട്ട പ്ലേറ്റിലുള്ളൂ. അങ്ങനെ കോഴിമുട്ട അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. ഇവിടെ പുഴുങ്ങിയത് കണ്ടപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് ചായ കുടിച്ച് 60 ഉറുപ്പ്യയായി. അപ്പോൾ ഒരു കോഴിമുട്ടയ്ക്ക് ചിലപ്പോൾ ഒന്നെങ്കിൽ ചായക്ക് 2-നും 10 ആവും. അല്ല, ചായക്ക് 1-ന് 10, അപ്പോൾ 2-ന് 20. അപ്പോൾ പുഴുങ്ങിയ കോഴിമുട്ടയ്ക്ക് 1-ന് 20 ആവും. അല്ലെങ്കിൽ എല്ലാതും 15 ആവും. വണ്ടി കഴുകിയത് 100 രൂപയാണ് ആയത്. 2 വീലർ വാഷിങ് 100 രൂപയാണ് ഇവിടെ. നമ്മളുടെ അവിടെയൊക്കെ 150 രൂപയാണ്. ഈ റോഡില്ലേ, ഈ റോഡിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ലെഫ്റ്റിലേക്ക് റോഡ് പോകുന്നുണ്ട്. അതാണ് അജ്മീർ പോണ റൂട്ട്. ഇവിടെ നിന്ന് അടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 15 കിലോമീറ്റർ 16 കിലോമീറ്റർ
ആ ഒരു പരിധിയിലേ ഉള്ളൂ. ഈ നേരെ പോണ റോഡാണ് കിഷൻഗാർഹ് എന്നുള്ള സ്ഥലം. അതുവഴിയാണ് ഞാൻ പോണത്. അപ്പോൾ നെക്സ്റ്റ് ഒരു ലൊക്കേഷൻ വരുന്നത് കിഷൻഗാർഹാണ്. അജ്മീർ പോകണമെങ്കിൽ പോകാമെന്ന്, പക്ഷേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അവിടെ നല്ല തിരക്കായിരിക്കും. പിന്നെ അതിനുള്ളിൽ കയറാനും പിന്നെ വണ്ടി പാർക്കിങ്ങും പിന്നെ എനിക്ക് ഈ ലഗേജും കാര്യങ്ങളും നമ്മൾ ഈ റൈഡും ജാക്കറ്റും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. മുമ്പ് എന്തൊക്കെയോ ഭീകരാക്രമണം എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലോ, സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നല്ലോ. അത് നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളും പിന്നെ പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല തിരക്കായിരിക്കും അവിടെ. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ പോകണ്ടെന്ന് വെച്ചതാണ്. ഞാനീ പോകുന്ന വഴിയിലാണെങ്കിൽ അങ്ങനെ ചോദിച്ചു, പക്ഷേ ഇത് അവിടെ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് പോകാനും ഉണ്ട് വേറെ. ഓക്കേ, അങ്ങനെ കിഷൻഗാർഹ് എന്നുള്ള ആ ഒരു പ്ലേസ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 70 കിലോമീറ്ററിന് മേലെ നമ്മളിപ്പോൾ റൈഡ് ചെയ്ത്. ഇതിപ്പോൾ ജയ്പൂർ റൂട്ടാണ്. ജയ്പൂർ പോകണോ പോകണ്ടേ എന്നുള്ളൊരു ലെവലിലാണ് ഞാൻ. പിങ്ക് സിറ്റി നമ്മുടെ ജയ്പൂർ. അതിനിടയ്ക്ക് നമ്മൾ വല്ല വില്ലേജ് ഏരിയയൊക്കെ വന്നാൽ നമുക്ക് അവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഇതൊക്കെ ടൗൺ ഏരിയ ആണ്. ഇപ്പോൾ കുറേ ദൂരമായിട്ട് ടൗണ് അങ്ങനെ വില്ലേജ് ഏരിയയിൽ കൂടെ ഒന്നല്ല ഇപ്പോൾ പോണത്. അപ്പോൾ ഇനിയുള്ള വഴികളിൽ വില്ലേജ് ഏരിയ വന്നാൽ നമുക്ക് അവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നല്ല വെയിലുണ്ട്. ഏകദേശം നട്ടുച്ച 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. 1 മണി 12 മണിയുടെ ഇടയിൽ സമയം. ഇതൊക്കെ വലിയൊരു വണ്ടിയിൽ വലിയൊരു റിങ്. ഇത് എന്തിൻ്റെ ആണോ അല്ലേ? അതാ ടോളിൻ്റെ അതിൽ കൂടെ കടക്കാൻ ബുദ്ധിമുട്ടായിട്ട് അപ്പുറത്തൂടെയൊക്കെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ എന്തൊക്കെ തട്ടുന്നുണ്ട് തോന്നുന്നു. ഇതിപ്പോൾ അടുത്തത് ക്യൂ ആണ്. അതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടത്. എന്തിൻ്റെയാണ് ഈ റിങ്? വലിയൊരു ഇത് വല്ല ഫ്ലൈറ്റിൻ്റെ വല്ലതാണോ? ഏയ് എന്തല്ലേ കൈ കാണിച്ച് പോണ്. അങ്ങനെ വീണ്ടും കുറേ ദൂരം വന്നു. ഞാൻ പിന്നെ റോഡ് വിഷ്വൽ അധികം കാണിക്കാതിട്ട് ഒക്കെ വണ്ടികളും റോഡും ആ ഒരു വ്യൂ തന്നെ ഉള്ളൂ. അങ്ങനെ വില്ലേജ് ഏരിയ ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നല്ല വ്യൂ ഒന്നും കാണിക്കാതിരുന്നത്. നമുക്ക് അടുത്തത് തന്നെയുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ജയ്പൂരാണ്. ജയ്പൂർ നമ്മുടെ പിങ്ക് സിറ്റി. അപ്പോൾ അവിടെ നല്ലൊരു കാഴ്ചകളൊക്കെ ഉണ്ടാവും. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്. ആൾ എറണാകുളത്താണ്, കലൂരുള്ള നമ്മളൊരു ഫ്രണ്ട്. അവരെന്തോ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പറ്റിയ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരും പിന്നെ അവരുടെ ഒരു മേഡവും കൂടിയിട്ടാണ് അവരെന്ത് ബിസിനസ് ആവശ്യത്തിന് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജയ്പൂർ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരൊന്ന് കോൺടാക്റ്റ് ചെയ്യും, അവരൊന്ന് മീറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഇനി ജയ്പൂരിലേക്ക് 40 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ടൈം ഇപ്പോൾ 1 മണി കഴിഞ്ഞു. നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചാലോ എന്ന് ആലോചിക്കുക. ഞാൻ നോൺ വെജ് എന്തെങ്കിലും കഴിച്ചാലോ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. നോൺ വെജ് ഇപ്പോൾ കഴിച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായി. പിന്നെ ഇന്ന് രാവിലെ 2 എഗ്ഗ് അല്ലേ കഴിച്ചത്. പിന്നെ ഇന്നലെ നൈറ്റാണെങ്കിൽ വലിയ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും വയറ് നിറയുന്ന രീതിയിൽ വലിയ ഫുഡ് വല്ലതും കഴിച്ചാലോ എന്ന് ആലോചിക്കുക. ഇനി നോക്കിക്കട്ടെ, ഇനിയിപ്പോൾ ഹോട്ടൽ നോക്കും. പറ്റിയ ഹോട്ടലൊന്നും കാണില്ല. ഇനി കാണുന്ന ഹോട്ടലാണെങ്കിൽ വെജിറ്റേറിയൻ ഹോട്ടലാവും കൂടുതലും കാണുന്നുണ്ടാവുക. അതങ്ങനെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ജയ്പൂർ എത്തുന്നതിന് മുന്നേ ഒരു ഫുഡ് അടി. പറഞ്ഞ പോലെ തന്നെ കാണുന്നതൊക്കെ വെജിറ്റേറിയൻ. എത്ര ദൂരം വന്നത്? ഇനിയിപ്പോൾ ജയ്പൂരേക്ക് 30 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പോൾ കാണുന്ന ഹോട്ടലൊക്കെ വെജിറ്റേറിയൻ. ഉണ്ടാറടക്കം ഇന്ന് എന്താണ് ഇങ്ങനെ? ഏതായാലും ഒന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയേക്കാം. അങ്ങനെ വേറെ ഹോട്ടൽ കണ്ടിട്ടാണ്, റെഡ് ചില്ലി എന്ന് ഹോട്ടലിൻ്റെ പേര്. വെജിറ്റേറിയൻ ഒന്നും എഴുതിയിട്ടൊന്നും ഇല്ല. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ചെന്നപ്പോൾ അവർ പറയുന്നത് വെജിറ്റേറിയൻ ആണ്. എന്താണ് ഇങ്ങനെ? പണ്ടാരണ്ട് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ളത് ആ വാട്ടർ സർവീസ് ചെയ്യണ കാര്യം. അതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ അന്വേഷിക്കുമ്പോൾ കിട്ടില്ല. ഇവിടെ ഒക്കെ എല്ലാവരും കൂടുതൽ വെജിറ്റേറിയൻ ആവും. അതാവും രാജസ്ഥാൻ ജയ്പൂരെത്താൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല 30 കിലോമീറ്റർ കൂടി ഉണ്ടെന്ന്. 30 ഇല്ല, ആ സമയത്ത് 20 കിലോമീറ്റർ ഉള്ളൂ. ഇനി ശരിക്കും ഒരു 15 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു ഹോട്ടലിൽ കയറുക, അവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിക്കുക. അവിടെ ഒരു നോൺ വെജിൻ്റെ ഇത് കണ്ടു, പക്ഷേ ബാറാണത്. നമുക്ക് പിന്നെ അത് പിന്നെ താല്പര്യമില്ല, അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല.
എന്തായാലും അടുത്ത ഏത് ഹോട്ടലാണോ അവിടെ വല്ല പരിപ്പോ ഉരുളൻകിഴങ്ങോ എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കുക. ഞാൻ ഇന്ന ഭക്ഷണമേ കഴിക്കൂന്ന് വാശിയൊന്നുമില്ല. നമ്മൾ തന്നെ നോൺ വെജ് കഴിച്ചിട്ട് കുറച്ച് ദിവസമായി, അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അങ്ങനെ എന്തിനേറെ പറയുന്നു, ജയ്പൂർ സിറ്റിയിലേക്ക് എത്താറായി. എന്തായാലും പിന്നെ അവിടെയൊക്കെ എന്താ ഹീരാനഗറോ അങ്ങനെ ഒരു സിറ്റി ഉണ്ടായിരുന്നു, അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ സൈഡാക്കാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും ജയ്പൂർ സിറ്റിയിലേക്ക് ആകെ 4-4.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോട്ടെ. നമ്മുടെ ഫ്രണ്ടിന് അനുമോൾ എന്നാണ് ആളുടെ പേര്. ആൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ നമ്മൾ ഹവ മഹലില്ലേ ആ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോണത്. ഇത് സിറ്റി നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. അവിടുന്ന് ലെഫ്റ്റാണ് പറയണത്. അധികം കിലോമീറ്റർ ഒന്നുമില്ല, 4 സംതിങ് ഒക്കെ ഉള്ളൂ. നല്ല തിരക്കുള്ളൊരു സിറ്റി തന്നെയാണ് നമ്മുടെ ജയ്പൂർ. ഇനി ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാനാണ് പറയണത്. ഇവിടുന്നാവില്ല, അവിടെ നിന്നാവും. മോനെ സ്ലോ മോഷനിൽ പോകണുണ്ട് സൈക്കിളായിട്ട് മോനെ ഇതിൻ്റെ ഇടയിൽ കൂടെ. ഇതാണോ പിങ്ക് സിറ്റി? അതെ, ഇത് തന്നെയാണ് മക്കളെ പിങ്ക് സിറ്റി. ഫുൾ ബിൽഡിംഗ് ഒക്കെ പിങ്ക് കളറിൽ കണ്ടില്ല. ഇതാണ് പിങ്ക് സിറ്റി. കണ്ടില്ലേ ബിൽഡിങ്ങുകളൊക്കെ പിങ്ക് കളറിൽ. ഈ പിങ്ക് സിറ്റിയുടെ ഉള്ളിലാണ് ഹവ മഹലുള്ളത്. കണ്ട റോഡിൻ്റെ 2 സൈഡിലുള്ള ബിൽഡിങ്ങുകളും പിങ്ക് കളറിലാണുള്ളത്. ഈ ബിൽഡിങ് ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇവിടുന്നൊക്കെ ചെറിയ ചെറിയ റോഡുകൾ. ഇതിൽ കൂടെ ആരൊക്കെ വരുന്നതൊന്നും പറയാൻ പറ്റില്ല. പിങ്ക് സിറ്റി. ഇനിയുള്ള കുറച്ച് മിനിറ്റ് ഇതിൻ്റെ ഹിസ്റ്ററി പറയാം ഗൂഗിൾ. ഓക്കെ,
ഇവിടുന്ന് തേർഡ് എക്സിറ്റ് എന്നാണ് പറയുന്നത്. തേർഡ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണിത് തേർഡ് എക്സിറ്റ്? അതാവും 1 2 3. ചേട്ടാ ഒന്ന് മാറും. ഇതന്നെ ആവും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇതന്നെ 800 മീറ്റർ ചെന്നാൽ നമുക്ക് ഹവാമാല് കാണാം. ഒക്കെ പിങ്ക് കളർ കടകളുടെ ആ ബിൽഡിങ്ങൊക്കെ ആണ്. ഫുള്ള് പിങ്ക് കളർ കണ്ടില്ലേ? പിന്നെ നമ്മുടെ രാജസ്ഥാനിൽ ജോധ്പൂരിലുണ്ട്, അത് ബ്ലൂ സിറ്റി. അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ബ്ലൂ കളർ. പിന്നെ വൈറ്റ് സിറ്റി ഉണ്ട് തോന്നുന്നു. അതെവിടെയെന്ന് കറക്റ്റ് അറിയില്ല, ഏത് ഭാഗത്താണെന്ന് അറിയില്ല. ഓട്ടോറിക്ഷക്കാർ ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട്. സൈഡിലുള്ള ബിൽഡിങ്ങുകൾ എല്ലാം പിങ്ക് കളറിലാണുള്ളത്. നല്ല പോലീസ് ചെക്കിംഗ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടാണ്. ഇത് തന്നെ ഓ, അവിടെ ആൾക്കാരുടെ ഫോട്ടോ എടുപ്പും. നമുക്കൊന്ന് എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കിയിട്ട് തിരിക്കുകയാണ്. സിറ്റി പിങ്ക് സിറ്റി.
ഞാൻ അവിടുന്ന് യൂട്ടേൺ എടുത്തിട്ട് ഹവാ മഹലിന് മുന്നിൽ കൂടിയാണ് പോകുന്നത്. അങ്ങനെ ഇതാ പിങ്ക് സിറ്റിയുടെ പടിവാതിൽ കടന്ന് ഞാൻ പുറത്തേക്ക് എൻ്റെ കേരള ടു ലഡാക്ക് യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക്. നല്ല രീതിയിൽ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അതിനിടയ്ക്ക് ഒരു വെള്ളം കുടിച്ചു അവിടുന്ന്. ഹവാ മഹലിന് മുന്നിൽ കൂടെ നടക്കുമ്പോൾ അവിടുന്ന് വെള്ളം കുടിച്ച്. ഓക്കേ, സൈഡിലൊക്കെ ഫ്രൂട്ട്സ്, മാങ്ങയൊക്കെ കട്ടി വെച്ചിരിക്കും. അവിടെ കയ്യിൽ പച്ച കുത്തുന്നത്, അതൊക്കെ സൂചിയൊക്കെ ഫ്രഷ് സൂചിയൊക്കെ ആയിട്ട് തന്നെയാണാവോ കുത്തുന്നത്. ഒരാൾക്ക് കുത്തിയ സൂചി ഒരാൾക്ക് കുത്താൻ പാടില്ലല്ലോ. ഇവിടെയൊക്കെ എങ്ങനെയാണാവോ. ഇവിടെ വലിയൊരു ഹനുമാൻ്റെ രൂപം, എന്താ അമ്പലം തോന്നും. അങ്ങനെ പിങ്ക് സിറ്റി കണ്ടു. ഞാനിങ്ങോട്ട് വരണമെന്ന് ഉദ്ദേശമല്ല, പിന്നെ എന്തായാലും ഒന്ന് കുറച്ച് ദൂരം കൂടി കറങ്ങി ഇന്നത്തെ ദിവസം എന്തെങ്കിലും വേണ്ടേ, എവിടെയെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നതാണ്. അങ്ങനെ വൈകുന്നേരം, വീണ്ടും ഒരു വൈകുന്നേരം, ഇങ്ങനെ ഓരോ ദിവസവും യാത്രകൾ, ഓരോ ലൊക്കേഷൻ, ഓരോ സ്റ്റേറ്റിലൂടെ അങ്ങനെ പോകുന്ന യാത്ര. ശരിക്കും നമുക്കതിങ്ങനെ ഫീൽ ചെയ്യും. നമ്മളിങ്ങനെ എല്ലാതും അങ്ങനെ തന്നെയാണ്. നമ്മളത് അനുഭവിക്കുമ്പോഴേ നമ്മൾ ആ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കാണുന്നവയ്ക്കായിരിക്കും എന്തിങ്ങനെ വണ്ടി ഓടിച്ച് കുറേ ദൂരം ഇങ്ങനെ ഓടിച്ച് ഭ്രാന്താവില്ല വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു സംഭവമുണ്ട്. അത് മനസ്സിലാക്കിയാൽ, അത് നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ നമുക്കത് നല്ലൊരു വൈബാണ്. അക്കൗണ്ടിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടായാൽ മതി. നമ്മളിപ്പോൾ നുള്ളി പറക്കിയിട്ടാണ് ഈ ലഡാക്ക് യാത്ര ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുള്ള യാത്രയാണ്. കാരണം പോകാനുള്ള ആഗ്രഹം അത് തന്നെയാണ് ഇതിനെ മുന്നോട്ട് നിർത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ബൈക്ക് ഉണ്ടെങ്കിലേ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ, ബൈക്ക് ഉണ്ടെങ്കിലേ ഈ യാത്രയൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയൊക്കെ മാറ്റണം. ഞാനിപ്പോൾ ബൈക്കിൽ പോകുന്നത്, ചിലർ സൈക്കിളിൽ പോകുന്നവരുണ്ട്. നമുക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാണോ, നമ്മുടെ ആഗ്രഹത്തിൻ്റെ പവർ പോലെ ഇരിക്കും ആ ഒരു റിസ്കിൻ്റെ ഇത്. നമുക്കത് ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. ബൈക്ക് തന്നെ വേണം, അല്ലെങ്കിൽ ബുള്ളറ്റ് വേണം, ഹിമാലയം വേണം, നല്ലൊരു സ്പോർട്സ് ലുക്ക് വണ്ടി വേണം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് യാത്രകളൊന്നും മാറ്റി വെക്കരുത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പണ്ട് ഈ എവറസ്റ്റ് മലയൊക്കെ കയറുന്നവരില്ലേ, ഒരു കാലില്ലാത്തവരൊക്കെ ഇങ്ങനെ ഓരോ കൊടുമുടികൾ കയറുന്ന ഓരോ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. ഓരോ ആഗ്രഹമാണ്, മനസ്സിൻ്റെ ബലം തന്നെയാണത്. അല്ല, ആ പശു കണ്ട, പശു ആത്മഹത്യ ചെയ്യാൻ വരുന്നുണ്ട, ഓടിയവിടുന്നു. പശുവിൻ്റെ ഒരു കാര്യം. ഇവിടെ പിന്നെ റോട്ടിലൊക്കെ പശുക്കൾ തന്നെയാണ്. ഇവിടെ പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ പിന്നെ പശുക്കൾ ഒരുപാടുണ്ടാവും, റോട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പറ്റിയില്ല. ആളവിടെ വേറെന്തോ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ സ്ഥലത്താണ്. അപ്പോൾ ഞാനാണെങ്കിൽ പിന്നെ നമ്മൾ വേറെ റൂട്ട് പോവുകയാണ്. അത് പിന്നെ കട്ട് ചെയ്തിട്ട് ജയ്പൂർ വന്നു എന്നേ ഉള്ളൂ, പിങ്ക് സിറ്റി കാണാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ നമുക്ക് പിന്നെ ആണെങ്കിൽ കാണാം. നമ്മുടെ നാട്ടിലുള്ള എറണാകുളത്തൊക്കെ ഉള്ള ആൾക്കാരല്ലേ, നമുക്ക് പിന്നെ വേണമെങ്കിൽ ആളെ പോയി മീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ
ആളെ കോണ്ടാക്ട് ചെയ്തപ്പോഴും ആൾ വേറെ ഏതോ സ്ഥലത്താണ്. അതുകൊണ്ട് ആ ഒരു മീറ്റപ്പ് നടന്നില്ല. പാടപ്രദേശം ഇത് വേറൊരു റൂട്ടാട്ടെ. ഇത് നമ്മുടെ നാട്ടുപ്രദേശത്തെ റോട്ടിൽ കൂടെ പോകണമല്ലോ, സൈഡിലൊക്കെ പാടവും അങ്ങനെയൊക്കെ ആയിട്ട്. അടുത്ത് നമുക്കിനി പഞ്ചാബിലേക്ക് കിടക്കണം. പക്ഷേ ഇന്ന് കിടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നോക്കി നോക്കട്ടെ എങ്ങനെ മാപ്പിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണാവോ. ഈ റൂട്ട് പിന്നെ നേരെ വലിയൊരു ദൂരം ജലന്ധറാണ്. ജലന്ധർ പിന്നെ പഞ്ചാബിലല്ലേ. ഹരിയാന ഈ വഴി ടച്ച് ചെയ്യില്ല എന്ന് തോന്നണം. എന്തായാലും കുറച്ചങ്ങോട്ട് മൂവായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കാം. അയ്യോ, ആ മസാല ഇടണ്ടാവാറുണ്ട്. ഇവരൊരു മസാല ഇടും, അതാണ്. എടാ ഈ റൂട്ട് എന്താണ് പറയുക, ജയ്പൂർ പോയാൽ പിന്നെ അവിടുന്ന് ഹരിയാനയിൽ കയറിയിട്ട് വേണം പഞ്ചാബിലേക്ക് കിടക്കാൻ. പഞ്ചാബിൽ ലുധിയാന ജലന്ധർ വഴിയാണ് പോകേണ്ടത്. അങ്ങനെയാണ് ഈ റൂട്ട്. ഓക്കെ, ഇനി ഇത് കുടിച്ചിട്ടാവും. നമ്മുടെ ഭക്ഷണം കഴിക്കലൊന്നും അങ്ങനെ കാര്യമായിട്ട് നടന്നില്ലല്ലോ. വെള്ളം കൂടി തന്നെ ഉണ്ടായിട്ടുള്ളൂ. സൊസൈറ്റിയിൽ പാല് കൊടുത്തു തരുമോ? എന്തായാലും ഇത് കുടിച്ചിട്ടാവും ഇനി. അവിടുന്ന് കുറേ നേരം വണ്ടി ഓടിച്ചിങ്ങനെ വന്ന് 7:30 മണിയായി. പക്ഷേ 7:30 മണിയുടെ ഒരു ഇരുട്ടൊന്നും ഇവിടെ ആയിട്ടില്ല. ഞാനങ്ങനെ സൈഡാക്കി. പിന്നെ ഇന്നൊരു ക്ഷീണം വന്ന് കറക്റ്റായിട്ട് ഫുഡ് കഴിച്ചില്ല എന്നുള്ളതാണ്. ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മൾ കൂടുതൽ കരിമ്പ് ജ്യൂസ്, വെള്ളം, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ലെവൽ തന്നെയായിരുന്നു. ഇവിടെ നോക്കി, ഞാൻ റോഡ് സൈഡിൽ എത്തിയപ്പോഴേ ഒരു പ്രത്യേകതരം പൂവ് നോക്ക്, രസമില്ലേ? നമ്മളവിടെ ഇങ്ങനത്തെ പൂ ഞാൻ കണ്ടിട്ടില്ല. ഇതേപോലുള്ളതൊക്കെ ഉണ്ട്. ചെണ്ടുമല്ലി അല്ലെങ്കിൽ ചെറിയ സൂര്യകാന്തിയൊക്കെ അതേപോലത്തൊക്കെ തന്നെയാണ്. ഉണ്ടല്ലേ, ഇവിടെ കുറേ ഉണ്ട് റോഡ് സൈഡിൽ. അങ്ങനെ കാട് പോലെയാണ്. അങ്ങനെ ഒരു വൈകുന്നേരം അവിടെയൊക്കെ എന്തോ കൃഷിയൊക്കെ ഉണ്ട്. ചോളാണെന്ന് തോന്നണു. അതെ, ചോളം തന്നെയാണത്. അപ്പുറത്ത് കരിമ്പിൻ്റെ ഒരിത് കാണാനുണ്ട്. അവിടെ കരിമ്പ്. ഈ സ്ഥലത്തിൻ്റെ പേര് കൊർദാൻപുര അങ്ങനെ എന്തോ ആണ്. കൊർദാൻപുര അങ്ങനെയാണ് എന്തോ പേര്. അങ്ങനത്തെ ഒരു പേരാണ്. ഞാനിവിടുന്ന് നേരെ പോണത് ഗനേഡ എന്നൊരു സ്ഥലത്തേക്കാണ്. അത് രാജസ്ഥാൻ്റെ ഹരിയാനയുടെ അതിർത്തിയിലായിട്ട് വരും. 23 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ ഞാൻ ഇന്ന് ആ ഒരു ബോർഡർ താണ്ടുമോ എന്ന് എനിക്കറിയില്ല. ആകെ ടയേർഡാണ്. പെട്രോൾ പമ്പിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് സൈഡാവാന്ന് വിചാരിക്കണു. അപ്പോൾ നോക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇന്നത്തെ വീഡിയോ ലെങ്ത്ത് കൂടുതലുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നൈറ്റത്തെ കാര്യങ്ങളും, റൂം എടുത്തോ, ഇന്ന് നൈറ്റ് എവിടെയായിരുന്നു, എന്തായിരുന്നു ബാക്കി യാത്ര എന്നൊക്കെ നാളത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കേരള ടു ലഡാക്ക് യാത്രയുടെ 12ാമത്തെ ദിവസം അല്ലേ? ഓക്കെ, അപ്പോൾ നാളെ നല്ലൊരു അടിപൊളി യാത്രാ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.